ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വയ്യാറം റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം അപ്രതീക്ഷിതമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന നമ്മുടെ വിക്രമിന്റെ പുതിയൊരു സിനിമയാണ്. അതായത് നമ്മുടെ ചിയാൻ വിക്രം എന്നറിയപ്പെടുന്ന വിക്രം, നമ്മളെല്ലാം വിളിക്കുന്ന വിക്രം. വിക്രമിന്റെ ഒരു സിനിമയാണ് ഇപ്പം ഇറങ്ങാൻ പോകുന്ന വീര ധീര സൂരൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സിനിമ വരുന്നുണ്ട്. അപ്പം ആ സിനിമയുടെ ടീസർ സിനിമയുടെ ടീസർ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നതും അതിന്റെ ചെറിയ റിയാക്ഷൻ മാത്രമാണ്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. വാട്സെറ്റ് വെച്ചേക്കാം. அந்த கூட்டோடுகிட்ட என்னதான் நடந்துச்சு? இன்னைக்கு வரைக்கும் போலீஸ் நடமாட்டமா இருக்கு. அந்த பக்கம் போகாதீங்க, முனி நடமாட்டம் இருக்குன்னு சொன்னா எவன் கேட்குறான்? ஒரு 50 பேருக்கு உடம்பு ஃபுல்லாடி பேச்சு மூச்சு இல்லைன்னு சொல்றாங்க. முனியா? அட அதான் நானும் சொல்றேன், முனி இல்லாம இப்ப மனுஷனா? இந்த கடை தானா? ஆமாங்க. என் மகன் சவாரி போயிட்டு வந்த உடனே கிளம்புனையா. ചാപ്റ്റർ 2 അല്ല, അത് മലികൈക്കടൈ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. இப்போ கன்ஃபார்ம் பண்ணிடலாம்டா. டேய் വയലൻസ് തന്നെ. அண்ணா സിനിമയ്ക്കകത്തല്ല ഒരു ഈ ക്യാമറയുടെ ഒരു ക്വാളിറ്റി രാത്രിക്കാണെന്ന് പറഞ്ഞാൽ വിഷ്വൽ എഫക്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ അപേക്ഷിച്ചിട്ട് ഒത്തിരി മാറ്റമുണ്ട്. ആ ബൾബിന്റെ വെളിച്ചവും தெரியலண்ணே, இன்னும் திரும்பியே தான் நிற்கிறான். சுத்தி வேற எவனா இருக்கானா? இல்ல வேற யாரும் இல்லைன்னு பார்த்துட்டேன். அவசரப்படாதடா, ஆள் போட்டோம். இது என்னன்னு தெரியுதா? நல்லா புரியுதுடா. ஆனா அவன் என்ன சொன்னான் தெரியுமில்ல? காதுக்கு நெத்தி போட்டுக்கும் 2 இன்ச்சு தான் கேப்பண்ணா. அப்படின்னா என்ன அர்த்தம்? உயிர் பிச்சை போடுறானா? இன்னைக்கு அவன் உயிரை நான் எடுக்கிறேன். போன குடுறா. டேய் என்னடா? அண்ணே அவன மாதிரி தானே. இல்லைண்ணே, பயந்துட்டான் உங்களுக்கு. சுத்தமாக மூஞ்ச காட்ட மாட்டான். டேய் சொம்ப, இப்ப தெரியுதா? அண்ணே அவனே தானே, அவனே தான்டா. டேய் போடா வாங்கடா. காதுக்கு நெத்தி போட்டுக்கோ. இல்ல ரெட்டிச்சுதான் கேப்ப. 52 ரூபா வேற. പാർട്ട് 1 ആണ്. ஊர்வசி 10 ரூபா 62 வேற. അരുൺ കുമാർ, വീര ധീര സൂര. ഡയറക്ടിങ്. അപ്പൊ നമ്മള് ടീസർ കണ്ടു. ടീസർ രസമുണ്ട് കാണാനായിട്ട്. നല്ല ലൈറ്റിങ് കാര്യങ്ങളും സിനിമയുടെ ഒരു ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ ഇതിന്റെ റൈറ്റിങ്ങും ഡയറക്ഷനും എല്ലാം തന്നെ വന്നിട്ട് SU അരുൺ കുമാറാണ്. പിന്നെ മ്യൂസിക് കാര്യങ്ങള് മ്യൂസിക് കമ്പോസ് ചെയ്ത GV പ്രകാശ് കുമാർ, നമ്മുടെ
പിന്നെ റൈഹാനയുടെ പ്രകാശ് കുമാറിന്റെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. നല്ല മ്യൂസിക് കമ്പോസറാണ്. അപ്പം പുള്ളിയാണ് ഇതിന്റെ മ്യൂസിക് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. HR പിക്ചേഴ്സിന്റെ ബാനറിലാണ് സിനിമ വരുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉള്ളൊരു നടനാണ് ചിയാൻ വിക്രം. ഇവരുടെ പെർഫോമൻസിന്റെ കാര്യം വെച്ച് ഒരുപാട് നല്ല നല്ല പെർഫോമൻസ്, വളരെ പിന്നെ സിനിമക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരു നടപ്പാറുള്ള ഒരാളാണ് ചിയാൻ വിക്രം. എന്തായാലും ഈ സിനിമ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാല് ഒരു ഗ്രാമ പശ്ചാത്തലം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ചില വയലൻസുകളൊക്കെ ആയിരിക്കാം. ഇങ്ങനെ ഈ വിഷ്വലിലൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ തോന്നും കഴിയുന്നത്. എന്തായാലും സിനിമ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ പറയാൻ പറ്റും. എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാം. എല്ലാവരും മാക്സിമം സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് സിനിമ കണ്ടതിന് ശേഷം ഇതിന്റെ മറ്റൊരു റിവ്യൂസ് ആയിട്ട് ഒരിക്കലും റിവ്യൂ ആയിട്ടായിരിക്കും വരാം. എന്തായാലും ഒത്തിരി നമ്മൾ നീട്ടുന്നില്ല, നമ്മുടെ വീഡിയോ ഒത്തിരി നമ്മൾ നീട്ടുന്നില്ല. എന്തായാലും നിങ്ങൾ ഒരു റിയാക്ഷൻ വീഡിയോ ലവർ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുക. അത് നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരുപാട് മാറ്റം വരുത്താനുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങള് മാറ്റം വരുത്തും. നമ്മുടെ സൗണ്ടിലും നമ്മുടെ ക്യാമറയിലും ഒക്കെ ഒരുപാട് കുറവുകളുണ്ട്. എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നമ്മളെ പോലുള്ള ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതെ, നമ്മൾ മുൻപ് ചെയ്തേക്കുന്ന ഒരുപാട് സോങ്സിനെല്ലാം തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങള് 3 പേരുടെ കൂടിയിട്ടൊരു പാര ഒരു ഇന്ത്യൻ ടിവിക്കകത്ത് പാര എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഞങ്ങള് 3 പേരുടെ, അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ജാവി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം നാട്ടിൽ പോയി. അപ്പം അത് ഇപ്പൊ ഒരു 3.2K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വിജയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് താഴെ രേഖപ്പെടുത്തുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ നിങ്ങളുടെ ബെല്ലൈക്കണിന്റെ എനാബിളാ. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും വളരെ പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.